നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE കൊടും ചൂടിലേക്ക് കടക്കുകയാണ്. രാജ്യത്ത് താപനില വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിന് പിന്നാലെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം അബുദാബിയിലെ അൽ ദഫ്ര മേഖലയിലെ ഹമിമിൽ 49.4 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. സമീപ വർഷങ്ങളിൽ രാജ്യത്ത് ഉണ്ടായ ഏറ്റവും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവാണിത്. കഴിഞ്ഞ വർഷവും അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രദേശമായ അൽ ദഫ്രയിൽ താപനില 49 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു. പകൽ സമയത്ത് താപനില 49 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയ രാജ്യത്തെ 5 പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എമിറേറ്റ്സിലുടനീളം ഈ ആഴ്ച ചൂട് വർദ്ധിക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശക്തമായ മൂടൽമഞ്ഞ് നിലനിൽക്കുന്നതിനാൽ എമിറേറ്റുകളിൽ ഉടനീളം ചൂടും ഹ്യൂമിഡിറ്റിയും ശക്തമാണ്. ഉച്ചസമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും എമിറേറ്റുകളിൽ ഉടനീളം താപനിലയിൽ വർധനവ് ഉണ്ടാകുമെന്നും കൂടുതൽ മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി പ്രവചിച്ചിരുന്നു. മൂടൽമഞ്ഞ് കാരണം ചില ഭാഗങ്ങളിൽ രാവിലെ ദൃശ്യപരത കുറവായിരുന്നു. പുലർച്ചെ മുതൽ രാവിലെ 9 മണി വരെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ചൂട് ശക്തമായതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും ഓർമ്മിപ്പിച്ചു. താപനില ഉയരുന്നതിനനുസരിച്ച് വേനൽക്കാലത്ത് തലവേദനയും മൈഗ്രെയിനും വർദ്ധിക്കുന്നതായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കിടത്തി ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ 10 മുതൽ 20% വർധനവിന് കാരണമാകുന്നു. നിർജ്ജലീകരണം, താപനിലയിലെ മാറ്റം, ഭക്ഷണക്രമത്തിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള മാറ്റം, ദിനചര്യകളിലെ മാറ്റം, സൂര്യപ്രകാശം തലയിലേൽക്കുന്നത് എന്നിവയെല്ലാം വേനൽക്കാലത്തെ തലവേദനയ്ക്ക് കാരണമാകും. കൂടാതെ രാത്രിയിൽ ഉണർന്നിരിക്കുകയോ പകൽ കൂടുതൽ മണിക്കൂർ ഉറങ്ങുകയോ ചെയ്താലും തലവേദനയും മൈഗ്രെയിനുകളും വർദ്ധിക്കും. സ്ത്രീകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. അതേസമയം കുവൈത്തിൽ താപനില 48 ഡിഗ്രി കഴിഞ്ഞതോടെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയിരുന്നു. 15,903 മെഗാവാട്ട് വൈദ്യുതിയാണ് കുവൈത്തിൽ ഉപയോഗിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ഉയർന്ന പ്രതിദിന ഉപഭോഗം രേഖപ്പെടുത്തിയത്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 52 ഡിഗ്രിയിലെത്താൻ സാധ്യതയുള്ളതിനാൽ ഉപഭോഗത്തിൽ വലിയ വർധനവാണ് വൈദ്യുതി ജല മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. വേനലിൽ ഉയർന്ന ഉപഭോഗം ജലവൈദ്യുതി മന്ത്രാലയം കണക്കാക്കിയിരുന്നെങ്കിലും നിഗമനങ്ങൾ തെറ്റിച്ചുകൊണ്ട് എക്കാലത്തെയും ഉയർന്ന സൂചികയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് എല്ലാ വർഷവും വേനൽക്കാലങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാറുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.